തമിഴകത്ത് അരനൂറ്റാണ്ട് പിന്നിട്ട തിമുക നേർക്കുനേർ യുദ്ധത്തിനിടെ സ്ഥായിയായ ഒരു മൂന്നാം ബദലാകാൻ നാളിതുവരെ മറ്റു കക്ഷികൾക്കൊന്നും കഴിഞ്ഞിട്ടില്ല. ദ്രാവിഡ ദേശീയതയും ഭാഷാ സ്വാഭിമാനവും താരാരാധനയും ജാതി രാഷ്ട്രീയത്തിന്റെ 100,000 ഉള്ളടലുകളും എല്ലാം ഇഴചേരുന്ന തമിഴക അരസിയലിൽ ആ ബൈനറി അട്ടിമറിക്കാൻ ആരൊക്കെ ഭാഗ്യപരീക്ഷണം നടത്തി? മൂപ്പനാർ കോൺഗ്രസ്, മറുമലർച്ചി ദ്രാവിഡ മുന്നേറ്റ കഴകം, അമ്മ മക്കൾ മുന്നേറ്റ കഴകം, ദേശീയ മുർപോക്ക് ദ്രാവിഡ കഴകം, അങ്ങനെ മക്കൾ നീതി മയ്യം വരെ. വിജയുടെ തമിഴക വെട്രി കഴകമാണ് ഒടുവിലത്തെ എൻട്രി. ഇതിനെല്ലാം ഇടയിൽ തമിഴ് മണ്ണിൽ താമരക്കാലം വിരിയിക്കുക എന്ന ഹിമാലയൻ ദൗത്യവുമായി BJP അടവുകൾ മാറ്റിപ്പയറ്റാൻ തുടങ്ങിയിട്ട് കാലം കുറയായി. സിംഗമണ്ണ എന്ന വിശേഷണവുമായിരുന്നു അണ്ണാമലൈ കുപ്പുസ്വാമിയുടെ വരവ്. ആഴത്തിലുറച്ച ദ്രാവിഡ ദേശീയതയെ അട്ടിമറിച്ച് BJP വിഭാവനം ചെയ്യുന്ന രാഷ്ട്രീയ സങ്കല്പത്തിലേക്ക് തമിഴ്നാടിനെ പുതുക്കിപ്പണിയാൻ അരയും മുറുക്കി വന്ന അണ്ണാമലയെയും BJP പിൻവലിക്കാൻ പോകുന്നുവെന്നാണ് വാർത്തകൾ. കാണാം നിലവിലെ സംഭവവികാസങ്ങൾ 59 സെക്കൻഡിൽ. ചേർത്തിട്ടും ചേരാത്തൊരു സഖ്യമായിരുന്നു BJP AIDMK കൂട്ടുകെട്ട്. ജയലളിതയുടെ വിയോഗശേഷം തമ്മിൽ തല്ലി ശിഥിലമായ അണ്ണാ DMK ഒരു ഘട്ടത്തിലും BJPയുടെ രാഷ്ട്രീയ മോഹങ്ങൾക്ക് ചേർന്ന പങ്കാളിയായില്ല. EPS OPS പോരിനിടെ പ്രതിപക്ഷ ദൗത്യം മറന്ന കൂട്ടുകക്ഷിയെ പിൻസീറ്റിലാക്കി സഭയിലെ 4 പേരെ വെച്ച് യഥാർത്ഥ പ്രതിപക്ഷമെന്ന ഇമേജ് ഉണ്ടാക്കാനും BJP ശ്രമിച്ചു. പക്ഷേ അതിശക്തമായ ഭരണപക്ഷ ബെഞ്ചുകളെ വിറപ്പിക്കാൻ പോന്ന കരുത്ത് BJPയുടെ ഒറ്റയാൻ ശ്രമങ്ങൾക്ക് ഉണ്ടായില്ല. നാടിളക്കിയ പ്രചാരണ ജാഥകൾ, വെട്രിവേൽ യാത്രകൾ, ഗവർണർ RN രവി ഇട്ടുകൊടുത്ത അവസരങ്ങൾ ഒന്നും വേണ്ട വിധം ലക്ഷ്യത്തിൽ തറച്ചില്ല. പരസ്പരം പഴിചാരിയും പരിഹസിച്ചും പോരടിച്ചും നിന്ന BJP അണ്ണാ DMK മുന്നണി ഒടുവിൽ അലസിപ്പിരിഞ്ഞു. തമിഴക വെട്രിക്കഴകത്തിന്റെ വരവാണ് കാര്യങ്ങളെ കീഴ്മേൽ മറിക്കുന്നത്. വിജയ് DMKയെ ചൂണ്ടി 1-ാം നമ്പർ ശത്രു എന്ന് ഉറപ്പിക്കുന്നു. അണ്ണാ DMK മിക്കവാറും ദളപതിയുടെ കൂടെ കൂടാൻ പോകുന്നുവെന്ന് BJP കേന്ദ്ര നേതൃത്വം തിരിച്ചറിയുന്നു. അങ്ങനെയാണ് പുതിയ സാഹചര്യം ഉരുത്തിരിയുന്നത്. പക്ഷേ അണ്ണാമലയെ അധ്യക്ഷ സ്ഥാനത്ത് വെച്ചൊരു കൂട്ടുകെട്ടിന് ഇനി അണ്ണാ DMK ഇല്ല. അണ്ണാമലയ്ക്ക് BJP കേന്ദ്രത്തിൽ ചുമതല നൽകുമെന്നാണ് വിവരം. ആദ്യക്സ് റാപ്പ് ന്യൂസ് മലയാളം. നമുക്ക് വളരെ പെട്ടെന്ന് വിശദാംശങ്ങൾ പരിശോധിച്ച് വരാം. അണ്ണാമലൈ പുറത്തേക്കോ എന്നാണ് നമ്മൾ പരിശോധിക്കുന്നത്. വീണ്ടും AIDMK BJP സഖ്യം വരുമോ എന്നതാണ് 2026 ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ AIDMK BJP സഖ്യസാധ്യത തെളിയുകയാണ്. അതാണ് അമിത്ഷായുമായി കൂടിക്കാഴ്ച നടത്തിയ AIDMK നേതാവ് എടപ്പാടി പളനിസ്വാമി എന്നത് സമീപകാലത്ത് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ്. അവിടെ സഖ്യചർച്ചകൾക്ക് മുൻകൈയെടുത്തത് BJPയുടെ കേന്ദ്ര നേതൃത്വമാണ്. ഇടപെടൽ AIDMK TVK സഖ്യചർച്ചകൾ സജീവമായതോടെയാണ് അതിലേക്ക് BJP വന്നത്. സഖ്യത്തിന് തയ്യാറാകണമെങ്കിൽ ഉപാധി മുന്നോട്ട് വെച്ചു AIDMK. BJP സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്ത് അണ്ണാമലയെ മാറ്റണം, അതാണ് ഉപാധി. വിലപേശുകയാണവർ. എന്തുകൊണ്ട് അണ്ണാമലയെ വേണ്ട? സഖ്യത്തിലിരുന്നപ്പോൾ അണ്ണാമലയും AIDMK നേതൃത്വവും 2 തട്ടിലായിരുന്നു. വലിയ വിരോധമായിരുന്നു. നേതൃത്വവുമായി നിരന്തരം ഏറ്റുമുട്ടി അദ്ദേഹം പരസ്പരം അതിരുവിട്ട പ്രയോഗങ്ങൾ തന്നെ ഉണ്ടായി. 2023 സെപ്റ്റംബറിൽ AIDMK സഖ്യം വിട്ടത് അണ്ണാമലയോടുള്ള വിയോജിപ്പിലാണ്. അണ്ണാമലയും പളനിസ്വാമിയും ഗൗണ്ടർ വിഭാഗത്തിൽ നിന്നുള്ള ആളുകളാണ് എന്ന പ്രശ്നം അത് അവിടെയുണ്ട്. DMKയുടെ B ടീമാണ് AIDMK എന്ന് പലകുറി അണ്ണാമലയെ രൂക്ഷമായി പരിഹസിച്ചു. പളനിസ്വാമി പാർട്ടിയുടെ തലപ്പത്തെത്തിയത് ലേലത്തിലൂടെയാണ് എന്ന് അദ്ദേഹം പറഞ്ഞു. അണ്ണാദുരൈ, ജയലളിത എന്നിവർക്കെതിരെയും കടുത്ത പരാമർശങ്ങൾ അദ്ദേഹം നടത്തി. ജയലളിത ഹിന്ദുത്വ നേതാവാണെന്ന് വിളിച്ചു. രാമക്ഷേത്രത്തെ പിന്തുണച്ചത് ഓർമ്മിപ്പിച്ചു അണ്ണാമലൈ. ജയലളിതയുടെ ദ്രാവിഡ സ്വത്വം ചോദ്യം ചെയ്ത പരാമർശം AIDMK വല്ലാത്ത തോതിൽ ഡീപ്പായിട്ട് നോവിച്ചു. CN അണ്ണാദുരൈ ഹിന്ദുമതത്തെ അപമാനിച്ച നേതാവെന്ന് ആക്ഷേപിച്ചു അദ്ദേഹം. അണ്ണാമലൈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ AIDMK 4-ാം സ്ഥാനത്ത് പോലും എത്തില്ല എന്ന് പരിഹസിച്ചു വിട്ടു. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം AIDMK അപ്രത്യക്ഷമാകുമെന്ന് കടത്തി പറഞ്ഞു. അണ്ണാമലൈക്ക് അപ്പോഴേക്കും കസേര കാണുമോ എന്ന് പളനിസ്വാമി തിരിച്ചടിച്ചു. അണ്ണാമലൈ കൗൺസിലർ പോലും ആകാത്ത ആളാണെന്ന് പളനിസ്വാമി ആഞ്ഞ് തിരിച്ചടിച്ചു. അണ്ണാമലൈ കുപ്പുസ്വാമി 2011 ബാച്ച് കർണാടക കേഡർ IPS ഉദ്യോഗസ്ഥനാണ്. സൗത്ത് ബംഗളൂരു DCP സ്ഥാനമടക്കം നിർണായക പദവികൾ അദ്ദേഹം ഉദ്യോഗത്തിലിരിക്കെ വഹിച്ചു. സർവീസിലിരിക്കുമ്പോൾ അറിയപ്പെട്ടത് സിംഗം അണ്ണാമലൈ എന്ന പേരിലാണ്. 2019 35-ാം വയസ്സിൽ സർവീസിൽ നിന്ന് വിരമിച്ചു, വളരെ ചെറിയ പ്രായത്തിൽ. 2020 രാഷ്ട്രീയ പ്രവേശനം. 21 മുതൽ തമിഴ്നാട് BJP അധ്യക്ഷനാണ്. BJP തമിഴ്നാട് പ്രസിഡന്റാവുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തി എന്നതാണ് അദ്ദേഹത്തിൻ്റെ ഒരു സവിശേഷത. 21 നിയമസഭ, 24 ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിൽ മത്സരിച്ചു, തോറ്റു. ദ്രാവിഡ പാർട്ടികളോടും അവരുടെ രാഷ്ട്രീയ ശൈലിയോടും അതിതീഷ്ണമായിട്ടുള്ള വിയോജിപ്പാണ് അദ്ദേഹത്തിൻ്റെ സവിശേഷത. ദ്രാവിഡ രാഷ്ട്രീയത്തെ അവസരം കിട്ടുമ്പോഴെല്ലാം ആഞ്ഞു വിമർശിച്ചു അണ്ണാമലൈ. DMKയും അണ്ണാ DMKയും ഒരുപോലെ ശത്രുവെന്ന് പ്രഖ്യാപിച്ചു. തമിഴ്നാട് BJP നേതാക്കളുടെ ദ്രാവിഡ ചായ്വിനെ അതിരൂക്ഷമായി ചോദ്യം ചെയ്തു അദ്ദേഹം. തമിഴ് രാഷ്ട്രീയത്തിലേക്ക് ഹിന്ദുത്വ ബിംബങ്ങളെ കൊണ്ടുവരാൻ ആഞ്ഞു ശ്രമിച്ചു. മുരുകനെ ഹിന്ദുത്വ ബിംബമാക്കാനുള്ള വെട്രിവേൽ യാത്രയുടെ തുടർച്ചകൾ ഇതെല്ലാം തമിഴ്നാട്ടിൽ വലിയ ചർച്ചയായതാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പായി എൻ മണ്ണ് എൻ മക്കൾ പദയാത്ര നടത്തി. പൊട്ടിത്തെറിക്കുന്ന പ്രസംഗശൈലി, അതിവൈകാരിക തീരുമാനങ്ങൾ എന്നിവ അദ്ദേഹത്തിൻ്റെതായിട്ടുണ്ട്. MK സ്റ്റാലിൻ ഒത്ത എതിരാളി താനെന്ന് വരുത്താൻ അദ്ദേഹം ആഞ്ഞു ശ്രമിച്ചു.
അണ്ണാമലയുമായി കൂടിക്കാഴ്ച നടത്തി അമിത്ഷാ. ഈ സമീപ ദിവസം തന്നെ BJP കൈവിടുമോ എന്ന ചോദ്യം അവിടെയാണ് വരുന്നത്. പാർട്ടി തീരുമാനം എന്തായാലും അനുസരിക്കുമെന്നാണ് അണ്ണാമലൈ പറഞ്ഞത്. ദേശീയ തലത്തിൽ മറ്റു ചുമതലകൾ അദ്ദേഹത്തിന് നൽകിയേക്കും എന്ന വിവരങ്ങളുണ്ട്. പാർട്ടിയുടെ മുന്നോട്ട് പോകാനുള്ള പ്ലാനുകൾ നൽകിയെന്നും അണ്ണാമലൈ ഈ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം വന്ന് പറഞ്ഞു. നയിനാർ നാഗേന്ദ്രൻ എന്ന നേതാവ് 2017 AIDMK വിട്ട് BJPയിലെത്തിയ നേതാവ് ഒരുപക്ഷെ അധ്യക്ഷനായേക്കും. BJPയുടേത് 2001, 2006, 2011, 2016 AIDMKയുടെ MLA ആണ് അദ്ദേഹം. മന്ത്രിസ്ഥാനവും വഹിച്ചിട്ടുണ്ട് നയിനാർ നാഗേന്ദ്രൻ. 2021 BJP ടിക്കറ്റിൽ തിരുനെൽവേലിയിൽ നിന്ന് ജയം അദ്ദേഹത്തിനുണ്ടായി. തേവർ സമുദായാംഗം എന്നത് ഗുണം ചെയ്യും എന്നതാണ് ആളുകൾ വിചാരിക്കുന്നത്. ഹർഷൻ, തമിഴ് രാഷ്ട്രീയത്തെ പറ്റി കുറെ കൂടെ ഡീപ്പായിട്ട് അറിയാം. എന്താ തോന്നുന്നത് അണ്ണാമലൈ? ഈ അണ്ണാമലൈ ആശയം ഇല്ല, ആവേശമുണ്ട്. ഇതാണ് അണ്ണാമലയുടെ ഒരു പ്രശ്നം. കാരണം തമിഴ് രാഷ്ട്രീയത്തിൽ എങ്ങനെയാണ് ഇടപെടേണ്ടത്, എപ്പോഴാണ് ഒന്ന് പിന്തിരിയേണ്ടത് അല്ലെങ്കിൽ ഒന്ന് പിൻവലിയേണ്ടത് എന്ന ധാരണ അണ്ണാമലയ്ക്ക് ഇല്ലാതെ പോയി എന്നുള്ളതാണ് പ്രശ്നം. അണ്ണാമലൈ AIDMKയുമായി ഈ അളവിൽ തെറ്റേണ്ട ഒരാവശ്യമില്ലായിരുന്നു. അങ്ങനെ അല്ലായിരുന്നു പോകേണ്ടത്. അതായത് BJPയുടെ വിശാലമായ താല്പര്യം മുൻനിർത്തിയാണ് അണ്ണാമല പ്രവർത്തിക്കുന്നതെങ്കിൽ. കാരണം അണ്ണാമല ആദ്യം തന്നെ വിശ്വസിച്ചത് ചില നേതാക്കന്മാർ മത്സരിക്കാൻ ഇറങ്ങുമ്പോൾ അല്ലെങ്കിൽ നേതാക്കന്മാരായി വന്നിറങ്ങുമ്പോൾ വലിയ സ്വീകരണമൊക്കെ കിട്ടുമല്ലോ. അപ്പോൾ ഈ സ്വീകരണത്തിനുള്ളിൽ നിന്നുകൊണ്ട് ചിന്തിച്ചു തുടങ്ങിയാൽ ഇതാണ് തമിഴ്നാട് എന്ന് ചിന്തിച്ചു പോകും. അണ്ണാമല ഏതാണ്ട് അങ്ങനെ ചിന്തിച്ചു എന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ ഞാൻ തനിച്ച് ഒരു വലിയ തേരോട്ടം നടത്തി തമിഴ്നാടിനെ ഇതാ പിടിച്ചെടുത്ത് അമിത്ഷായ്ക്ക് കൈമാറാൻ പോകുന്നു എന്നുള്ള മട്ടിലാണ് അണ്ണാമല അവിടെ ഇടപെട്ടത്. പക്ഷേ യഥാർത്ഥത്തിൽ AIDMKയുമായുള്ള ഒരു സഖ്യത്തിലേക്ക് പോയിരുന്നെങ്കിൽ കുറെ കൂടി മെച്ചപ്പെട്ട ഒരു നില കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അവിടെ കാഴ്ചവെക്കാൻ അണ്ണാമലയ്ക്ക് കഴിയുമായിരുന്നു. അണ്ണാമലൈ BJP പ്രസിഡന്റ് ആയിരിക്കുന്നിടത്തോളം ഇനി ഒരു സഖ്യത്തിനില്ല എന്ന തീരുമാനത്തിലേക്ക് AIDMK പോകുന്ന പളനിസ്വാമി പോകുന്ന തലത്തിലേക്ക് ഇവർ തമ്മിലുള്ള തർക്കങ്ങൾ മാറിയിരുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ അവിടെ BJPയുടെ അവസ്ഥ എന്താണ്? ഇപ്പോൾ തമിഴ്നാട് രാഷ്ട്രീയത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഏറ്റവും ഒടുവിൽ യുവാക്കളെ നേരത്തെ വിചാരിച്ചതിനേക്കാൾ കൂടുതൽ ആകർഷിക്കാൻ വിജയ്ക്ക് കഴിയുന്നു എന്നുള്ളതാണ്. അപ്പോൾ വിജയും അവിടെ അടുത്ത തെരഞ്ഞെടുപ്പൊക്കെ ആകുമ്പോഴേക്ക് വിജയ്ക്ക് DMKക്കെതിരെയുള്ള പ്രധാനപ്പെട്ട കക്ഷി വിജയ് ആവുന്നു. അങ്ങനെയുള്ള ഒരു ഏറ്റുമുട്ടലിലേക്ക് കാര്യങ്ങൾ പോകുമെന്നുള്ള തോന്നൽ മൊത്തത്തിൽ ഉണ്ടായിരിക്കുന്നു. അപ്പോൾ ഇപ്പോൾ അടിയന്തരമായി ഒരു സഖ്യകക്ഷിയെ വേണം. നേരിട്ട് ഈ എടപ്പാടി പളനിസ്വാമി എത്താൻ തയ്യാറായില്ല എങ്കിൽ ആ പാർട്ടിയെ തന്നെ പിളർത്താനുള്ള ആലോചന BJP നടത്തിയിരുന്നു. അത് അങ്ങനെ നടത്താനുള്ള ചർച്ചകളിലേക്കും പോയിരുന്നു. ചെങ്കോട്ടയ്യനുമായിട്ടുള്ള ചർച്ച ഇതിനിടയ്ക്ക് BJP ദേശീയ നേതൃത്വം നടത്തി. അതിനെ തടയിടാൻ വേണ്ടി പളനിസ്വാമി അവിടേക്ക് ഓടിച്ചെന്നു. ആ ചർച്ചയിലാണ് ഈ മാറ്റം എന്നുള്ള ആലോചന. എനിക്ക് തോന്നുന്നത് ഒറ്റ കാര്യം നമുക്ക് പറഞ്ഞ് അവസാനിപ്പിക്കാം. ഒറ്റ കാര്യം, അദ്ദേഹത്തിൻ്റെ പ്രായക്കുറവാണ് ഇതിൻ്റെ എല്ലാം കുഴപ്പമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതിന് വളരെ ചെറിയ പ്രായമേ ഉള്ളൂ, 40 വയസ്സേ ഇപ്പോൾ ഉള്ളൂ. പരിചയക്കുറവുണ്ട്. രാഷ്ട്രീയത്തിൽ വളരെ സമവായത്തോടെ എല്ലാവരോടും കയറി ഇടപെട്ടില്ലെങ്കിൽ ബുദ്ധിമുട്ടാകുമെന്ന് അദ്ദേഹം മനസ്സിലാക്കേണ്ടതായിരുന്നു. രണ്ടാമത് എനിക്ക് പറയാനുള്ളൊരു ഒറ്റ കാര്യം, ഇത് കേരളത്തിലെ രാജീവ് ചന്ദ്രസേനയുടെ പാഠം കൂടിയാണ്. അതായത് ഓരോ സംസ്ഥാനത്തിൻ്റെയും സവിശേഷമായ സാഹചര്യങ്ങൾ മനസ്സിലാക്കാതെ ദേശീയ രാഷ്ട്രീയത്തെ അപ്പാടെ എവിടെ കൊണ്ടുവന്ന് വെച്ചേക്കാം, BJPയുടെ രാഷ്ട്രീയത്തെ വെച്ചേക്കാം എന്ന് വെച്ചാൽ ആ നിലക്ക് കാര്യങ്ങൾ മുന്നോട്ട് പോകില്ല എന്നൊരു സൂചന കൂടി ഇതിനകത്തുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നമുക്ക് അവസാനിപ്പിക്കാം. അണ്ണാമലൈ BJPയുടെ തമിഴ്നാട്ടിലെ ഒരു രാഷ്ട്രീയ പരീക്ഷണമായിരുന്നു. സീസണൽ രാഷ്ട്രീയക്കാരനല്ലാത്ത മികച്ച ഇമേജോടെ രാജിവെച്ച ഒരു IPS ഉദ്യോഗസ്ഥൻ അതിവേഗം BJPയിൽ ചേർന്നു. അതിലും വേഗത്തിൽ അദ്ദേഹം ആ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷനായി. അപ്രതീക്ഷിതവും സാഹസികവുമായ രാഷ്ട്രീയ തീരുമാനങ്ങൾ, വൈകാരിക പ്രതികരണങ്ങൾ, ഹിന്ദുത്വയിലേക്ക് തമിഴ് സ്വത്വത്തെ ചേർത്ത് വെക്കാനുള്ള പലവിധ ക്യാമ്പയിനുകൾ, EPSനോട് ഇടഞ്ഞ് യഥാർത്ഥ പ്രതിപക്ഷമായി സ്വയം അവതരിപ്പിക്കാനുള്ള ശ്രമം. പക്ഷേ കൊട്ടിഘോഷിച്ച കോവൈ ഗലാട്ടയിലടക്കം അണ്ണാമലൈ വേണ്ടത്ര ശോഭിച്ചില്ല. തമിഴക വെട്രിക്കഴകവുമായി വരുന്ന വിജയുടേത് വെറും വരവല്ല, നല്ല സംഘടനാ സെറ്റപ്പുണ്ട്. ആദ്യ വരവിൽ അത്യാവശ്യം വോട്ടും വാരുമെന്നാണ് തമിഴ് രാഷ്ട്രീയം നിരീക്ഷിക്കുന്നവർക്ക് നിലവിൽ തോന്നുന്നത്. AIDMK വിജയുടെ TVKക്ക് കൈകൊടുത്താൽ തമിഴ്നാട്ടിലെ BJPയുടെ നില അത്ര പന്തിയാകില്ല എന്ന് അമിത്ഷായ്ക്ക് അറിയാം.